ഹലോ ഫ്രണ്ട്സ്, ഇ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് സാംസയുടെ അൾട്രാസ്ലിം കിറ്റാണ്. കംപ്ലൈന്റ് വെർട്ടിക്കൽ കംപ്ലൈന്റ് ആണ്. ടി വി ഓൺ ചെയ്തു, ടി വി ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കംപ്ലൈന്റ്. ഓൺ ആകുമ്പോൾ സ്ക്രീൻ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പടം ചെറുതാവും. അപ്പം നമുക്ക് കംപ്ലൈന്റ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. ഇപ്പം നമുക്ക് ടി വി ഓൺ ചെയ്ത് കംപ്ലൈന്റ് എന്താണെന്ന് നോക്കാം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് 40 വോൾട്ടാണ്. സ്റ്റാൻഡ് ബൈയിലായതുകൊണ്ടാണ് ആ വോൾട്ടേജ്. നമ്മൾ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുന്നു. 115 വോൾട്ട് ഓക്കെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനൊരു HDTയുടെ വോൾട്ടേജാണ്, പോകാനുള്ള വോൾട്ടേജാണ് 25 വോൾട്ട്. അത് ഓക്കെയാണ്. അടുത്തത് നമ്മുടെ കൺട്രോൾ വോൾട്ടേജുകളാണ് 12 വോൾട്ട്. ഓക്കെ, 12 വോൾട്ട് കൃത്യമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആഡിയോ 17 വോൾട്ട്, അതും കൃത്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് വെർട്ടിക്കൽ സൈഡിലാണ്. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ സൈഡിൻ്റെ വോൾട്ടേജുകളാണ് ചെക്ക് ചെയ്യേണ്ടത്. എങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോൾട്ടേജുകൾ ചെക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ IC. ഇത് വെർട്ടിക്കൽ ICയുടെ പ്ലസ് വോൾട്ടേജാണ്. അവിടെ വോൾട്ടേജ് 1.1 ആണ്. ഇവിടെ 50 to 60 വോൾട്ട് വരേണ്ടതാണ്. മൈനസ് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. മൈനസ് വോൾട്ടേജ് 15 വോൾട്ട് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെർട്ടിക്കലിന് സപ്ലൈ വരുന്നത് LOT നിന്നാണ്. ഒരു മൈനസ് വോൾട്ടേജും 15ഉം ഒരു പ്ലസ് വോൾട്ടേജ്. നമുക്ക് LOTയുടെ അവിടുന്ന് നമ്മുടെ വോൾട്ടേജുകൾ ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ വീണ്ടും ടി വി ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് മൈനസ് വോൾട്ടേജ് ആണ്, 15.65 ഓക്കെയാണ്. ഇത് പ്ലസ് വോൾട്ടേജ് ആണ്. പ്ലസ് വോൾട്ടേജ് ഇവിടെ വരുന്നില്ല, ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നില്ല. 0.8 വോൾട്ട് വരെയൊക്കെ കാണിക്കുന്നുള്ളൂ, ഇവിടെ വോൾട്ടേജ് ഇല്ല. അപ്പം നമുക്ക് ഇവിടുത്തെ കമ്പോണൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടി വി ഓഫ് ചെയ്തിട്ടുണ്ട്. മീറ്റർ ബസർ മോഡിൽ കണ്ടിന്യൂറ്റി മോഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം LOT നിന്ന് വരുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് ഓക്കെ ആണ്. അതെടുത്തത് ഡയോഡാണ്. $600 700 ഓംസ് വരെ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഈ ഡയോഡ് ലീക്കാണ്. ഇത്രയും കാണിക്കത്തില്ല, കാര്യം നമുക്കിവിടെ നമ്മുടെ നെഗറ്റീവ് വോൾട്ടേജിലൊരു ഡയോഡ് കിടപ്പുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 400 413 വരെ അത് കാണിക്കുന്നുള്ളൂ. അപ്പം ഈ ഡയോഡ് നമുക്ക് ലീക്കേജ് ആണ്. അപ്പോൾ നമുക്ക് ആ ഡയോഡൊന്ന് ഇളക്കി മാറാം. അപ്പോൾ നിങ്ങൾക്കിത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഡയോഡിൻ്റെ മേളിൽ കൂടെ തന്നെ വേറൊരു ഡയോഡ് വെച്ച് സോൾഡർ ചെയ്ത് നോക്കാവുന്നതാണ്. അന്നേരം പടം കൃത്യമാകും. അങ്ങനെ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഡയോഡ് മാറിയാൽ മതി. ഞാനങ്ങനെ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഡയോഡ് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്.
ഇത് RG100 എന്ന് പറഞ്ഞ ഡയോഡാണ്. RG100. നമ്മൾ അതിന് പകരം എടുത്തേക്കുന്നത് BA159 എന്ന് പറഞ്ഞ ഡയോഡാണ്. BA159 നമുക്ക് ഇതിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഈ BA159 ഒരു ഹൈ ഫ്രീക്വൻസി ഡയോഡാണ്. നമ്മുടെ LOTയുടെ ഒക്കെ ഔട്ട്പുട്ടിൽ നമ്മൾ ഈ ഡയോഡാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് 4007 പോലുള്ള ഡയോഡുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചൂടായി പോകും. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ഹൈ ഫ്രീക്വൻസി ഡയോഡുകൾ തന്നെ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ അത് കുറച്ച് കഴിയുമ്പോൾ കംപ്ലൈൻ്റ് ആവാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കംപ്ലൈൻ്റ് വീണ്ടും ആകും. അതുകൊണ്ട് 4007 ഉപയോഗിക്കരുത്. ഇപ്പോൾ നമ്മൾ BA159 ഇട്ടിട്ടുണ്ട്. ഒന്ന് സോൾഡർ ചെയ്യാം. അപ്പം നമ്മൾ ഡയോഡ് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് TV ഓൺ ചെയ്ത് വോൾട്ടേജും പിക്ചറും നോക്കണം. TV ഓൺ ചെയ്തു. ഇപ്പം TV നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് വോൾട്ടേജ് നോക്കാം. 15 വോൾട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, IC പിന്നിൽ വരെ 15 വോൾട്ട് കൃത്യമായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പടം ഓക്കെ ആയിട്ടുണ്ട്. ബ്ലൂ സ്ക്രീൻ വന്നിട്ടുണ്ട്. ബ്ലൂ സ്ക്രീൻ വന്ന് ഫുള്ള് സ്ക്രീനും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.